നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് മൂവാറ്റുപുഴയ്ക്ക് നിരാശാജനകം. മൂവാറ്റുപുഴയിലെ സാധാരണക്കാരായ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് ഈ ബജറ്റ് എന്നും BJP എറണാകുളം ഈസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി അരുൺ പി മോഹൻ. UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് മൂവാറ്റുപുഴയ്ക്ക് നിരാശാജനകമെന്ന് BJP എറണാകുളം ഈസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി അരുൺ പി മോഹനൻ. അടുത്ത മണ്ഡലങ്ങൾക്ക് നിരവധി പദ്ധതികൾ പ്രഖ്യാപിച്ചപ്പോൾ മൂവാറ്റുപുഴയ്ക്ക് 14 കോടിയുടെ പദ്ധതിയെ പ്രഖ്യാപിച്ചിട്ടുള്ളതെന്നും ഒരു പ്രധാനപ്പെട്ട പദ്ധതി പോലുമില്ലെന്ന് അരുൺ പി മോഹൻ പറഞ്ഞു. UDF സർക്കാരിൻ്റെ ആദ്യ ബഡ്ജറ്റ് മൂവാറ്റുപുഴ സംബന്ധിച്ച് വളരെ നിരാശാജനകമാണ്. തൊട്ടടുത്തുള്ള നിയോജക മണ്ഡലങ്ങളായിട്ടുള്ള കോതമംഗലം ഏകദേശം 572 കോടി രൂപ പ്രഖ്യാപിച്ചപ്പോൾ, അതുപോലെ തന്നെ മറ്റൊരു മണ്ഡലമായിട്ടുള്ള പെരുമ്പാവൂര് ഏകദേശം 427 കോടി രൂപയുടെ പദ്ധതികൾ പ്രഖ്യാപിച്ചപ്പോൾ മൂവാറ്റുപുഴയെ സംബന്ധിച്ച് വെറും 14.7 കോടി രൂപയുടെ പദ്ധതികൾ മാത്രമാണ് ഈ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ളൂ. ഏറ്റവും സാധാരണമായിട്ട് ഏതൊരു സർക്കാരും പ്രഖ്യാപിക്കുന്ന ഒരു MLAക്ക് നൽകുന്ന ഏറ്റവും ബേസ് ആയിട്ടുള്ള ഒരു പ്രഖ്യാപനങ്ങൾ മാത്രം, കുറച്ച് വഴികൾ, അതുപോലെ തന്നെ കുറച്ച് കനാലുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതികൾ അല്ലാതെ ഒരു പ്രധാനപ്പെട്ട പദ്ധതി പോലും ഈ മൂവാറ്റുപുഴയ്ക്കായിട്ട് നീക്കി വെച്ചിട്ടില്ല എന്നുള്ളത് കാണുവാൻ വേണ്ടിയിട്ട് സാധിക്കും. ഈ ഇലക്ഷൻ്റെ സമയത്ത് UDFൻ്റെ പ്രതിനിധികൾ നമുക്ക് തന്നിട്ടുള്ള വലിയ വാഗ്ദാനങ്ങളായിരുന്നു. മുറിക്കൽ പാലം, അതുപോലെ തന്നെ മൂവാറ്റുപുഴയിൽ നമ്മുടെ MC റോഡിൽ പുതിയൊരു പാലം നിർമ്മാണം, അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒട്ടനവധി പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നിട്ടുള്ള MLA അന്ന് ഇലക്ഷന് നേരിട്ടിട്ടുള്ളതെങ്കിൽ അതിലുള്ള ഒരു പദ്ധതിക്ക് പോലും 1 രൂപ പോലും മാറ്റിവെച്ചിട്ടില്ല എന്നുള്ളത് കാണുവാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇത് കൂടാതെ മൂവാറ്റുപുഴ ജില്ലാ രൂപീകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇടപെടലുകളും ഇവിടെ നിന്ന് MLAയോ അല്ലെങ്കിൽ കോൺഗ്രസോ ഈ UDF ഭരണത്തിൽ വന്നതിന് ശേഷം നടത്തിയിട്ടില്ല എന്നുള്ളതും നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്ന ഒരു കാര്യമാണ്. മൂവാറ്റുപുഴയിലെ സാധാരണക്കാരായ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് ഈ ബജറ്റ് എന്നും മാത്യു കുഴൽനാടൻ MLAക്ക് സ്വന്തം പാർട്ടിയിൽ നിന്നും അടിച്ചമർത്തൽ ഉണ്ടാകുന്നുവെന്നും അരുൺ പി മോഹനൻ പറഞ്ഞു. പിണറായിക്കെതിരെ ശക്തമായിട്ടുള്ള നിലപാടുകൾ എടുത്തിട്ടുള്ളതിനാൽ പിണറായി സർക്കാർ തന്നെ അടിച്ചമർത്തുവാൻ നോക്കുകയാണ് എന്നുള്ളതാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ശ്രീ മാത്യു കുഴൽനാടൻ MLA പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഏത് രീതിയിലുള്ള അടിച്ചമർത്തലാണ് സ്വന്തം പാർട്ടിയിൽ നിന്നുണ്ടാകുന്നതെന്ന് കൂടി ശ്രീ മാത്യു കുഴൽനാടൻ MLA പറയേണ്ടതായിട്ട് വരുന്നു ഇവിടുത്തെ ജനങ്ങളോട്. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. പഠനത്തിനപ്പുറം ജീവിതം തൊട്ടറിയാം. ഭാവിയെ രൂപപ്പെടുത്തുന്ന അറിവിന്റെ തിരുമുറ്റം നിർമ്മല കോളേജ് മൂവാറ്റുപുഴ. റാങ്കുകളുടെ തിളക്കമാർന്ന പാരമ്പര്യം. NAC A++ മികവിന്റെ കരുത്തിൽ വിജയത്തിലേക്കുള്ള നിങ്ങളുടെ ഉറച്ച ചുവടുവെപ്പ്. ഇവിടെ സ്വപ്നങ്ങൾക്ക് ചിറകുകളുണ്ട്. നിങ്ങളുടെ സർഗാത്മകതയെ ലോകത്തിന് മുന്നിലെത്തിക്കാൻ നിർമ്മല കൂടെയുണ്ട്. വെറുമൊരു ബിരുദമല്ല, മികച്ചൊരു കരിയർ. ആധുനിക സൗകര്യങ്ങളും സുരക്ഷിതമായ ഹോസ്റ്റലുകളും ഇവിടെ നിങ്ങൾക്കായി ഒരുങ്ങുന്നു. 2026-27 അഡ്മിഷനുകൾ ആരംഭിച്ചു. ഇന്ന് തന്നെ അപേക്ഷിക്കൂ.